ഇടുക്കി പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിനോദ് കണ്ണോളി പ്രസിഡന്റ്, ജെയ്സ് വാട്ടപ്പിള്ളിൽ സെക്രട്ടറി എന്നിവരടങ്ങുന്ന പുതിയ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി ജില്ലാ ഘടകത്തിന്റെയും ഇടുക്കി പ്രസ് ക്ലബിന്റെയും പുതിയ പ്രസിഡന്റായി മംഗളം ദിനപത്രം ബ്യൂറോ ചീഫ് വിനോദ് കണ്ണോളിയും സെക്രട്ടറിയായി ദീപിക ദിനപത്രം ബ്യൂറോ ചീഫ് ജെയ്സ് വാട്ടപ്പിള്ളിനെയും തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിൽ MN സുരേഷ് ജയ്ഹിന്ദ് TV വർണ്ണാധികാരിയും PT സുഭാഷ് കേരള കൗമുദി ഉപവർണ്ണാധികാരിയുമായിരുന്നു. സുഹൃത്തുക്കളെ, പത്രപ്രവർത്തക യൂണിയൻ KUWJ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ കഴിഞ്ഞു. ഇടുക്കി ജില്ലയിൽ എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതുകൊണ്ട് നിലവിലുള്ള നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയികളായി ഇതോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ വരുന്ന 2 വർഷക്കാലത്തേക്ക് ഇടുക്കി ജില്ലയിലെ പ്രസ് ക്ലബിനെയും പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ ഘടകത്തെയും നയിക്കുന്ന ഭാരവാഹികളെയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റായി വിനോദ് കണ്ണോളി മംഗളം, വൈസ് പ്രസിഡന്റ് ലത്തീഫ് കാസിം ചന്ദ്രിക, സെക്രട്ടറിയായി ജെയ്സ് V കുര്യാക്കോസ് ദീപിക, ജോയിന്റ് സെക്രട്ടറിയായി അഖിൽ സഹായി കേരള കൗമുദി, ട്രഷറർ ആയി ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ചാനൽ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി അനീഷ് ടോം ഏഷ്യാനെറ്റ് ന്യൂസ്, വൈശാഖ് NV ജന്മഭൂമി, ഷിയാസ് ബഷീർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, നന്ദു VV ദേശാഭിമാനി എന്നിവരെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയാണ്. വരുന്ന 2024-26 വർഷത്തേക്കുള്ള ഇടുക്കി പ്രസ് ക്ലബിനെയും പത്രപ്രവർത്തക യൂണിയൻ KUWJ ജില്ലാ ഘടകത്തെയും നയിക്കുന്ന ഭാരവാഹികൾ ഇവർ ആയിരിക്കും. തെരഞ്ഞെടുത്തതിൽ ആദ്യമേ തന്നെ എല്ലാ ഇടുക്കിയിലെ മുഴുവൻ KUWJ അംഗങ്ങളോടുള്ള നന്ദി ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നു. 2024-26 വർഷത്തെ ഭാരവാഹികളെയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇടുക്കിയുടെ പുതിയ ഭരണ നേതൃത്വം അംഗങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇടുക്കിയുടെ ഓരോ പത്രപ്രവർത്തകരുടെയും അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ഞങ്ങളുടെ ശ്രമം. മുൻ ഭരണസമിതി ഏറ്റെടുത്ത് പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു തുടർ ഭരണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇടുക്കിയിലെ പത്രപ്രവർത്തകരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ഇടുക്കി പ്രസ് ക്ലബിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യമാണ്. എല്ലാവരുടെയും പിന്തുണ തേടിക്കൊണ്ട്, എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രസ് ക്ലബിൻ്റെയും ഇതിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് കഴിയും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന മുഴുവൻ പദ്ധതികളും ജനക്ഷേമകരമായ അല്ലെങ്കിൽ അംഗങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ടാകും നടത്തുക. അതിനുള്ള എല്ലാവിധമായ പിന്തുണയും എല്ലാ മാധ്യമപ്രവർത്തകരും അഭ്യർത്ഥിച്ചുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. ട്രഷററായി ആൽവിൻ തോമസ് ന്യൂസ് മലയാളം, വൈസ് പ്രസിഡന്റായി ലത്തീഫ് കാസിം ചന്ദ്രിക, ജോയിന്റ് സെക്രട്ടറിയായി അഖിൽ സഹായി കേരള കൗമുദിയെയും, അനീഷ് ടോം ഏഷ്യാനെറ്റ് ന്യൂസ്, വൈശാഖ് NV ജന്മഭൂമി, ഷിയാസ് ബഷീർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, നന്ദു VV ദേശാഭിമാനി എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al-Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus.
molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al-Azhar Group of Institutions, Tiruvara.